കോൾ റെക്കോർഡർ അധികം ആൾക്കാരും ചോദിക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ ഫോൺ കോൾ റെക്കോർഡറില്ല, എങ്ങനെ കോൾ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ കോൾ റെക്കോർഡിന് പറ്റിയ ആപ്ലിക്കേഷൻ ഏതാണ്? നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മളെ ഫോണിലെ കോൾ റെക്കോർഡർ. മിക്കവാറും ഫോണുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ മാനുവലായിട്ട് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചില ഫോണിൽ ആ ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്കിന്ന് എങ്ങനെ കോൾ റെക്കോർഡ് ചെയ്യാം? അതുള്ള ഫോണിൽ ഞാനിപ്പോൾ കാണിച്ചിരുന്നത് സാംസങ്ങിൻ്റെ ഫോണിലും റെഡ്മീൻ്റെ ഫോണിലുമാണ്. റെഡ്മീൻ്റെ ഫോണിൽ എവിടെയാണ് കോൾ റെക്കോർഡറിൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡർ എങ്ങനെ എനേബിൾ ചെയ്യുക, അതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്ത ആ കോള് അത് എവിടെ ഉണ്ടാകുക, അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ ഫോണിൽ എങ്ങനെയാണ് കോൾ റെക്കോർഡ് ചെയ്യേണ്ടി എവിടെ ഓപ്ഷനിൽ. അത് കൂടാണ്ട് ഈ ഓപ്ഷനൊന്നും ഇല്ലാത്ത ഫോണിൽ നമുക്കൊരു സൂറ്റബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ നോക്കാം. കോൾ റെക്കോർഡിംഗ് ആവശ്യമുള്ള ആൾക്കാർ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യം നമുക്ക് റെഡ്മീൻ്റെ ഫോണിൽ നോക്കാം. ഇത് റെഡ്മീൻ്റെ നോട്ട് 9 ഫോണാണ്. റെഡ്മീൻ്റെ ഒരുവിധം പുതിയ മോഡൽ ഫോണുകളിലൊക്കെ ഇതേ ഓപ്ഷനിലാണ് വരുന്നത്. 2-3 മോഡൽ ഞാൻ നോക്കിയിട്ട് ഒരേ ഓപ്ഷനിലാണ് വരുന്നത്. എല്ലാ മോഡലും നമുക്ക് നോക്കിയാനാകിയാലോ. 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് കണ്ടമാനം മോഡലില്ലേ, ഇതൊക്കെ എഴുന്ന് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് റെഡ്മീൻ്റെ ഫോണിൽ നിങ്ങൾക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കോൾ ചെയ്യുന്ന ആ ഫോണിലെ അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ മേലെ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. ചില ഫോണിൽ 3 വരയായിട്ടും ചില ഫോണിൽ 3 കുത്തിയിട്ടുള്ളത്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കോൾ റെക്കോർഡിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് റെക്കോർഡ് കോൾ ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഈ സംഭവം ഒന്ന് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ കോളുകളൊക്കെ റെക്കോർഡാവും. ഇനി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ റെക്കോർഡ് ചെയ്യുന്ന നേരം എല്ലാ കോളും നമുക്ക് വരികയും പോവുകയും ചെയ്യുന്ന എല്ലാ കോളും റെക്കോർഡാവും. അങ്ങനെ വേണ്ട, നമുക്ക് ചില കോളുകൾ മാത്രം റെക്കോർഡ് ചെയ്താൽ മതിയെങ്കിൽ ഇത് ഓണാക്കണ്ട, ഇതങ്ങ് ഓഫാക്കി കളയുക. പിന്നെ എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള കോളുകൾ മാത്രം റെക്കോർഡ് ചെയ്യുക? അതിന് ഞാനിപ്പോൾ ഒരു കോൾ ചെയ്യാം. ഇങ്ങനെ കോൾ ചെയ്യുന്ന നേരം ഇവിടെ നിങ്ങൾക്ക് ഇത് താഴെ ഈ കോള് കട്ട് ചെയ്യലൊക്കെ ബട്ടന്റെ കൂട്ടത്തിൽ കാണാം ഒരു കണ്ണടൻ്റെ പോലെ ഒരു ചതുരക്കണ്ണിൻ്റെ ഉള്ളിൽ ഒരു സാധനം. അതൊന്ന് ഞെക്കി കൊടുത്താൽ നമ്മൾ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ കോള് മാത്രം റെക്കോർഡാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോള് മാത്രം അങ്ങനെ റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് സാംസങ്ങിൻ്റെ ഫോണിലൊന്ന് നോക്കാം. സാംസങ്ങിൻ്റെ ഫോണിൽ നമുക്ക് കോൾ ഓപ്പൺ ചെയ്യാം. കോൾ എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്തിട്ട് മേലെ 3 ഡോട്ട് കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ ഇവിടെ റെക്കോർഡ് കോൾസ് കാണാം, അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓട്ടോ റെക്കോർഡ് കോൾസ് കാണും, അത് ഓണാക്കി കൊടുക്കുക. സാംസങ്ങിൻ്റെ പുതിയ വെർഷൻ ഫോണുകളിൽ ഒട്ടുമിക്ക ഫോണുകളിലും ഇതേ സെറ്റിങ്സാണ് വരുന്നത്. പിന്നെ എല്ലാത്തിലും ഒരുപോലെ ആകില്ലല്ലോ, അതും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ റെക്കോർഡ് ചെയ്ത കോളുകൾ അതിൻ്റെ തൊട്ടതായ റെക്കോർഡഡ് കോൾസ് എന്നും പറഞ്ഞിട്ട് കാണും, അവിടെ നിങ്ങൾക്ക് എടുക്കാനാവും. ഇനി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കോളും റെക്കോർഡ് ചെയ്യണ്ട, നമുക്ക് ചില പ്രത്യേക കോളുകൾ മാത്രം റെക്കോർഡ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് കോളിൻ്റെ സ്ക്രീനിൽ മേലെ 3 ഡോട്ട് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ റെക്കോർഡ് കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ചെയ്യുന്ന ആ കോൾ മാത്രം നമുക്ക് റെക്കോർഡായി കിട്ടും. അപ്പോൾ സാംസങ്ങിൻ്റെയും റെഡ്മിൻ്റെയും ഫോണിൽ എങ്ങനെ കോൾ റെക്കോർഡ് ചെയ്യാന്നുള്ള സംഭവം പിടുത്തം കിട്ടിയില്ലേ? റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ടും അല്ലാണ്ടും കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചില ഫോണുകളില്ല. അങ്ങനത്തെ ഫോണുകളിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അധിക ആപ്ലിക്കേഷനും ഒന്നിക്കൽ ഇങ്ങോട്ട് കേൾക്കും അങ്ങോട്ട് കേൾക്കില്ല, അല്ലെ അങ്ങ് ഇങ്ങോട്ടുള്ള കേൾക്കും ഇങ്ങനെ അങ്ങോട്ട് കേൾക്കില്ല, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കേൾക്കില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും എല്ലാ ഫോണിലും സപ്പോർട്ടാകില്ല. ഒരുവിധം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ ഫോണിലൊക്കെ സപ്പോർട്ടാകുന്ന ഒരു കോൾ റെക്കോർഡർ ആപ്ലിക്കേഷനാണ് QBSCR. നമുക്ക് തൽക്കാലം അത് ഉപയോഗിക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതും ഒന്ന് നോക്കി കാണിച്ചു തരാം. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾക്ക് QBSCR ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നേരം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കുക, അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. പിന്നെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഫോൺ കോൾ മാത്രമല്ല, അതായത് നമ്മളെ നോർമൽ കോൾ മാത്രമല്ല, വാട്സപ്പ് കോള്, മീറ്റ്, ഗൂഗിൾ മീറ്റ്, ടെലഗ്രാം, ഫേസ്ബുക്ക്, IMO, സിഗ്നൽ, അങ്ങനെ ഒരുവിധം കോളിംഗ് ആപ്ലിക്കേഷനിൽ നിന്ന് വരുന്ന കോളുകളൊക്കെ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോൾ ചെയ്ത് നോക്കാം. ഞാൻ വാട്സപ്പ് എന്നൊരു കോൾ ചെയ്യാം. ഇതിലേക്ക് ഇപ്പോൾ ഈ കോൾ ഇതിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെക്കോർഡായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആയിക്കോളും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ ഇവിടെ വരും. അത് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കേൾക്കാം. ഇവിടുന്ന് അത് ഷെയർ ചെയ്യാനും എല്ലാം ഓപ്ഷനുണ്ട്. ഇത് നിങ്ങളെ ഫോണിൽ ഒന്ന് സപ്പോർട്ടാകുമെന്ന്
ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ ഫോണിലും എല്ലാ കോൾ റെക്കോർഡർ ആപ്ലിക്കേഷനും സപ്പോർട്ട് ആകില്ല. അതുപോലെ എല്ലാ ഫോണിലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനാകില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.